ഹലോ ഗായ്സ്, ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ബോഷിൻ്റെ സിരി 4 എന്ന് പറഞ്ഞ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനെ പറ്റിയിട്ടാണ്. അതിൻ്റെ ബോഡി ഇഷ്യൂവിൻ്റെ സംബന്ധമായിട്ടാണ് ഇതിനെ പറ്റിയിട്ടാണ് മെയിൻലി പറയാനുള്ളത്. ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ. ഇതിൻ്റെ ഡ്രെയിനേജ് ഔട്ട്ലെറ്റിൻ്റെ ഡ്രെയിൻ ഹോസിൻ്റെ ലിഡാണിത്. ഇത് നമ്മളൊരു മാസത്തിലൊരു 2 പ്രാവശ്യമെങ്കിലും അഴിച്ച് ക്ലീൻ ആക്കുന്നല്ല. അത് മറ്റേ കോയിൻസ് ബാക്കിയുള്ള ബട്ടൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഫിൽറ്റർ ഒന്ന് ഊരി ക്ലീൻ ആക്കിയാൽ മതി. ഇതിൻ്റെ പല മോഡ്സാണ്: ക്വിക്ക്, ഫ്രഷപ്പ്, കിഡ്സ് വെയർ, ആൻറ്റി ബാക്ടീരിയ ഡെറ്റോളൊക്കെ ഇട്ടിട്ട് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. റിൻസ്, ഡ്രം, ഡി സ്കെയില്, അതിനൊരു ലിക്വിഡ് ഉണ്ട്. 800 രൂപ വരും ഡി സ്കെയിലിങ്ങിൻ്റെ. ഇതാണ് ഇതിൻ്റെ പാനൽ വരുന്നത്, ഫ്രണ്ട് പാനൽ, കൺട്രോൾ പാനൽ വരുന്നത്. ടച്ച് സ്ക്രീനാണ്, ടച്ചാണ് വരുന്നത്. ടച്ച് സ്ക്രീൻ അല്ല, ടച്ചാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ സോപ്പ് ബോക്സ്, ഡിറ്റർജൻറ്റ്, ബാക്കിയുള്ള സോഫ്റ്റനിങ് ലോഷൻസ് ഒക്കെ ഇതിൻ്റെ അകത്താണ് വയ്ക്കുക. ആ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് കാണുന്ന സോപ്പിടും, പിന്നെ രണ്ടാമത്തെ ഡെറ്റോളോ ഡിറ്റർജൻറ്റോ ബാക്കിയുള്ള സോഫ്റ്റ് ലിക്വിഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ റൈറ്റിലും ഒഴിക്കും. ഇതാണ് ഇതിൻ്റെ സോപ്പ് ബോക്സിൻ്റെ യൂണിറ്റ് വരുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ 2 സോക്കറ്റും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഗ്രീൻ കളറിൽ കാണുന്ന ഓട്ടോമാറ്റിക് വാൾവാണ്. അത് പൈപ്പ് ഓപ്പൺ ആണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് വാഷിംഗ് മെഷീൻ ആവശ്യമില്ല, അപ്പോൾ അത് തുറന്നു കൊടുക്കും. ഇതിൻ്റെ പമ്പാണ്, വെള്ളം ഡ്രമ്മിലേക്ക് എടുക്കുന്നതിൻ്റെ. ഇതിൻ്റെ കോൺക്രീറ്റ് ബാലൻസറും പിന്നെ ഇതിൻ്റെ ബാലൻസിങ് സ്പ്രിങ്ങും, വെയ്റ്റ് ബാലൻസറും കൗണ്ടർ ബാലൻസ് ചെയ്യാനുള്ള കോൺക്രീറ്റ് ബ്ലോക്കാണ് ഡ്രമ്മിൻ്റെ മുകളിൽ. ഡ്രമ്മിൻ്റെ ഒരു പ്ലാസ്റ്റിക് ലെയർ ഉണ്ടാവും, അത് അഴിച്ചാലാണ് നമുക്ക് ഡ്രം എടുക്കാൻ പറ്റുക. അത് നമുക്ക് റിമൂവബിളാണ്. ഇപ്പോൾ വരുന്ന വാഷിംഗ് മെഷീൻ ഒന്നും റിമൂവബിൾ അല്ല. കാരണം എന്താ വെച്ചാൽ അതൊരു പഞ്ചിങ് ടൈപ്പാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ പൊട്ടിച്ചിട്ട് എടുക്കേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ ബാക്ക് വശം വരുന്നത്. ബാക്ക് വശത്തെ പാനൽ അയച്ചതാണ്. അതൊരു T20 സ്ക്രൂ ആണ് വരുന്നത്. T20 സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കത്തെ പാനൽ മൊത്തം അയക്കാൻ പറ്റും. ഇതാണ് T20 സ്ക്രൂ വരുന്നത്. യൂസ് ചെയ്യുന്ന T20ൻ്റെ സ്ക്രൂ ഡ്രൈവർ ഇതാ. ഈ വാഷിംഗ് മെഷീൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബെൽറ്റ് ഡ്രൈവാണ്. ഇതിന് പുള്ളിയുണ്ട്, ഒരു മോട്ടറും പിന്നെ ബെൽറ്റാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ പുള്ളി, പിന്നെ ബെൽറ്റ് വരുന്നുണ്ട്. ആയിരം RPM വരുന്ന മോട്ടർ ഇതാണ്. ബോഷിൻ്റെ തന്നെ സെയിം മോട്ടർ തന്നെയാണ് വരുന്നത്. BLDC മോട്ടറാണ് വരുന്നത്. ഇൻവെർട്ടർ ടൈപ്പ് മോട്ടർ. ഇതിൻ്റെ ഡ്രയർ സിസ്റ്റമാണ് വരുന്നത്. ഹീറ്റർ സിസ്റ്റം എന്നാണ് നമ്മൾ പറയുക. അതിൻ്റെ ടെർമിനൽസാണ് വരുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ PCB. ഇതിൻ്റെ ഇപ്പോൾ ഈ വാഷിംഗ് മെഷീൻ്റെ PCB പോയതാണ്. പവർ മൊഡ്യൂൾ എന്നാണ് പറയുക. ഇതിന് ഏകദേശം 10,000 ഉറുപ്പിക വരും. ഇത് പോയിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ പോയി എന്നർത്ഥം. ഇത് മാറ്റുന്നതിനേക്കാളും നല്ലത് പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങുന്നതാണ്. ഇത് റിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഈ PCB ആണ് ഇതിൻ്റെ ബ്രെയിന്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പാനൽ വരും. ഞാൻ നേരത്തെ കാണിച്ച ആ ടച്ച് പാനലിൻ്റെ ഒരു ബോർഡുണ്ട്. അതിനൊന്നും അത്ര വില വരില്ല, പക്ഷേ ഇതിനാണ് നല്ല വില വരുന്നത്. ഇതിന് ഓൾമോസ്റ്റ് ഇപ്പോൾ വരുന്ന വാഷിംഗ് മെഷീനൊക്കെ 3 കൊല്ലം ഗ്യാരണ്ടി, പിന്നെ മോട്ടറിന് 12 വർഷമാണ്. പക്ഷേ അധികം ബോർഡാണ് പോകുക. ഇതാണ് ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത്, ഷോക്ക് അബ്സോർബർ വരുന്നത്. ആ 3 ഷോക്ക് അബ്സോർബറാണ് ടോട്ടൽ വരിക. ഇവിടെയും വരും, പിന്നെ അവിടെ ഒന്ന് വരും. അപ്പോൾ ടോട്ടൽ 3. പിന്നെ അത് കാണുന്നത് അതിൻ്റെ ഡ്രെയിൻ പമ്പാണ് വരുന്നത്. മറ്റേ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ മാസിൽ ക്ലീനാക്കാനല്ലേ. ഇതിൻ്റെ നല്ല ബിൽറ്റ് ക്വാളിറ്റി തന്നെയാണ് ബോഷ് അത്യാവശ്യം കൊടുക്കുന്നത്. നല്ല ബോഡി വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷേക്കിങ്ങും ജേർക്കിങ്ങും ഒന്നും ഉണ്ടാവില്ല. ഹൈ സ്പീഡിൽ തിരിയുമ്പോഴും വാഷിംഗ് മെഷീൻ തിരിഞ്ഞ് വരുമൊന്നുമില്ല. പിന്നെ സ്റ്റഡി ആയി നിന്നോളും. അത്രയും കൗണ്ടർ ബാലൻസ് ഉള്ള വാഷിംഗ് മെഷീനാണ്. ഇതിൻ്റെ അകത്ത് അധികം നമ്മൾ ഈ ബാത്റൂമിലൊക്കെ വെക്കുമ്പോൾ വെള്ളവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തട്ടി കേട് വരും. എങ്ങനെയായാലും വെള്ളമായി കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ തുടച്ച് വെച്ചാൽ യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാകുന്നതല്ല. മാക്സിമം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം അടിച്ചു പോകും. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ബോർഡിൽ ഒന്ന് വെള്ളം കയറിയാൽ തന്നെ ബോർഡ് പോവും. പിന്നെ കൂറയും ബാക്കിയുള്ള പ്രാണികളൊക്കെ കയറാണ്ട്
ശ്രമിക്കുക. അതൊക്കെ നോക്കിയാൽ തന്നെ വാഷിംഗ് മെഷീൻ കുറേ കാലം കിട്ടുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ബോർഡാണ് നമ്മളത് കാണുന്നത്. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാൻ. ഇതിൻ്റെ ബോർഡ് പോയാൽ നമുക്ക് എല്ലാം പോയതാണ്. ബോർഡാണ് മെയിൻലി ഇതിൻ്റെ മെയിൻ ബ്രെയിൻ. അപ്പം താങ്ക് യു ഫ്രണ്ട്സ്.